ചപ്പാത്തി ചുടുന്നത് ഒരു മെനക്കേട് തന്നെയാണപ്പാ. ഈ കുഴക്കണം, പരത്തണം, എന്നിട്ട് പിന്നെ ചുട്ടെടുക്കണം. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കുറേ കാലമായിട്ട് ഈ ദോശ കൂട്ട് ആക്കിയിട്ട് അതിനെ ചപ്പാത്തി ആക്കലാണ് പരിപാടി. എളുപ്പം നടക്കും. കുറച്ച് സമയം ഒന്ന് ഉണക്കി എടുക്കണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി കിട്ടുന്നുണ്ട്. ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ആകെ ചേർക്കുന്നതെന്നാണ് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കും കൂട്ടിൻ്റെ അകത്ത്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയോട് ഉപ്പും, ഇത്രയേ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് കലക്കി എടുത്തിട്ട് ഇതേപോലെ കയ്യിലിനെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പരത്തി പരത്തി വട്ടത്തിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ നല്ല എന്താണെന്നറിയാം 2 ലെയറായിട്ട് കിട്ടും നല്ല ചപ്പാത്തി. പിന്നെന്തിനാ നമ്മൾ ഈ കുഴക്കവും പരത്തുമെല്ലാം ചെയ്യുന്ന ഒരു പണിയല്ലേ അത്. ഇങ്ങനെ നിങ്ങൾ ആക്കി നോക്കിയിന അപ്പെങ്കിലും ഇനി ആക്കി നോക്ക്, ചപ്പാത്തി പൊന്തി വരൂ. പിന്നെന്താ, നമുക്കിപ്പോൾ ചപ്പാത്തി തിന്നല്ലേ വേണ്ടൂ. ഇങ്ങനെ കുഴച്ചിട്ട് പരത്തിയ ചപ്പാത്തി തന്നെ വേണമെന്നുണ്ടോ? ഇതിങ്ങനെ ചെറുങ്ങനെ തട്ടിക്കൊടുത്താൽ മതി, പൊങ്ങി വരും. അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതല്ലേ നല്ലത്. നമ്മൾ എളുപ്പപ്പണിയല്ലേ നോക്കേണ്ടതല്ലോ. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ആക്കി നോക്കിക്കോ, അതാണ് എളുപ്പം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ കറിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പറായി. വേറെ ഒന്നും വേണ്ട. പൊങ്ങി വരുന്നേണ്ട, ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ അതിങ്ങനെ പൊങ്ങി വരും. പിന്നെ നമ്മൾ പക്ഷേ മറിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടം തൊടുക കൊണ്ടു ആ പൊങ്ങിയതങ്ങ് അമർന്നു പോകും. കാറ്റ് പോയ പോലെ ആകുന്നുണ്ട്. പക്ഷെ എന്നാലും 2 ലെയറായിട്ട് കിട്ടും, അത് നല്ലതാണ്. മീൻ കറിയും കൂട്ടിയിട്ട് തിന്നാൽ മീൻ കറി തന്നെ വേണമെന്നില്ല, ചപ്പാത്തീൻ്റെ എന്ത് കറി ആയാലും അതും പറ്റുമല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം. കുറച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മതി, നല്ല ഒറിജിനൽ ചപ്പാത്തി തോറ്റു പോകും. അപ്പോൾ നല്ല മീൻ കറി ഒഴിച്ചിട്ട് തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് തിന്ന് നോക്കണം. വാ, നല്ല ടേസ്റ്റാണ്.